ഹലോ, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റിയ അവിൽ കൊണ്ടുള്ള നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഉള്ളിയോടൊപ്പം തന്നെ നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സെപ്പറേറ്റായി ചേർത്ത് കൊടുക്കേണ്ടതില്ല, ഒരുമിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയും തക്കാളിയൊന്നും ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ഞാനിപ്പോൾ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാളയും തക്കാളിക്ക് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ അതിപ്പോൾ അടിയിൽ പിടിക്കുന്നൊരു ചാൻസ് കൂടുതലുള്ള കാരണം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒത്തിരി വെള്ളം തെളിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഏകദേശം അതൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 2 മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. മുട്ട ഡ്രൈ ആവുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അവിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് അവിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും വെള്ള അവിലാണ്. നിങ്ങളുടെ കയ്യിൽ ചുവന്ന അവിലാണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും. ഇപ്പം നമ്മുടെ മുട്ട ഒരുപാട് ഡ്രൈ ആയിട്ടില്ല. ഈ ടൈമിൽ നമ്മൾ അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് അവിലാണ് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അവിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മസാലയൊക്കെ അവിൽ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓൾറെഡി മസാലയിലും അതുപോലെ തന്നെ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമാണ് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളിപ്പോൾ മസാലയിലും മുട്ടയിൽ ഉപ്പ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവസാനം അവിലിട്ടതിന് ശേഷം ഒരുമിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതിയാവും. കുറച്ച് മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് ഞാനൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അവിലൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം.
പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിലൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇത്തിരി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.